ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷിംല ആൻസസ് വ്ലോഗ്. എന്തുണ്ടല്ലോ അടിയും വിശേഷങ്ങൾ. ദേ ഇവിടെ രാവിലെ നല്ല അടിപൊളി മഴയാണ് കേട്ടോ, തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ അന്നമ്മേനെ റൈഹുനെ റെഡിയാക്കുമായിരുന്നു കേട്ടോ. ഇന്ന് അവരുടെ സ്കൂളിൽ ഓണാഘോഷമാണ്. അപ്പോൾ ഒരു വിധമൊക്കെ സെറ്റാക്കി. അന്നുവിനെ സാധാരണ ഞാനിങ്ങനെ കരി എഴുതി കൊടുക്കുകയോ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. ജസ്റ്റ് പൗഡർ പോലും ചില ദിവസങ്ങളിൽ ഇടാറില്ല. അവൾ ഇടുന്നെങ്കിലേ ഉള്ളൂ, ഞാനങ്ങനെ അതും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. കാരണം ഒന്നാമത് അവൾ കണ്ണാടി വെക്കാറുണ്ട്, അപ്പോൾ പിന്നെ അങ്ങനെ കരിയൊന്നും എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ലിപ്സ്റ്റിക്കൊന്നും കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുന്നതല്ല. അപ്പോൾ ഇന്ന് അവർക്ക് ഡാൻസ് ഉണ്ട് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് അവളെ പറ്റിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുന്നു എന്നേ ഉള്ളേ. അതിനുശേഷം ദേ മുടിയൊക്കെ ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. സാധാരണ അലിഗേറ്റർ ക്ലിപ്പാണ് കേട്ടോ ഈ ഒരു ഫ്രോക്കിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു ഓണമല്ലേ, അതുകൊണ്ട് നമ്മുടെ ജാസ്മിൻ ബഡ്സിൻ്റെ ഒരു ഹെയർ ബോ ചെയ്തതുണ്ടായിരുന്നു, അത് വെച്ച് കൊടുക്കാമെന്ന് വെച്ചു കേട്ടോ. ഹന്നത്ത് ഫാഷൻ ടെക്കിലോട്ട് ഇതിൻ്റെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു ബോയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബോ, നല്ല രസമാണ്. നമ്മൾ മുല്ലപ്പൂ കെട്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് ക്രോസ് ഇങ്ങനെ വെച്ച് കൊടുക്കില്ലേ, അതേ ഒരു എഫക്റ്റിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കരിയൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കണ്ണാടിയും കൂടി വെക്കുമ്പോൾ നമ്മൾ കരി എഴുതിയൊന്നും അറിയത്തില്ല കേട്ടോ, പക്ഷേ കണ്ണാടി വെക്കാണ്ട് പോകാനും പറ്റത്തില്ല. അതുകൊണ്ട് അതും കൂടി ഒന്ന് വെച്ച് കൊടുത്തു. എങ്ങനെയുണ്ട് അനുവിൻ്റെ ഡ്രസ്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് എന്നൊക്കെ പറയുന്നത്. ഞാൻ തന്നെ അനുവിന് ചെയ്തു കൊടുത്തിട്ടുള്ളതാണ്. അനിയൻ്റെ വളയിടീലിന് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് അകത്തോട്ട് പോയ സമയത്ത് രണ്ടുപേരും കൂടെ ഫോണിൻ്റെ ഫ്രണ്ടിൽ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റെഡിയായി. അന്നു ഇങ്ങോട്ട് നോക്കിയേ. അന്നു ഹാപ്പിയാണോ? പട്ടുടുപ്പ് പാവാട ഇല്ലാത്ത പ്രശ്നമുണ്ടോ? ഓക്കെ ആണോ? റൈഹുവാടാ മുണ്ടില്ലേ? മുണ്ടില്ലേ? നീ പാൻ്റല്ലേ ഇട്ടേക്കണാ? പിന്നെന്താ കുഴപ്പം? മുണ്ട് എടുത്തോണ്ട് പോണം. ഞാൻ ഇപ്പം എന്ത് ചെയ്യും? ഇതിനകത്തേക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യും. ക്ലാസ് ടീച്ചറും വരൂലെന്നല്ലേ പറഞ്ഞു. അപ്പം നിനക്ക് എന്തായാലും പാൻ്റ് ഇട്ടുകൊണ്ട് പോകണമായിരിക്കും വൃത്തി. നല്ല അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന മക്കളാണല്ലോ. അതിന് നമുക്ക് പോവാം. വേണ്ടേ? ഇന്ന് ഡാൻസ് കളിക്കൂലേ? ഡാൻസ് കളിക്കോ? കയ്യിലെന്തോന്നിരിക്കുന്ന? എന്തിനത്? സ്നാക്സ് മേടിക്കാനാ? ഓക്കെ, അപ്പം സ്നാക്സ് വാങ്ങിക്കണം പോകുന്ന വഴിക്ക്. നിനക്ക് കൊണ്ടാ? പോകുന്ന വഴിക്ക് സ്നാക്സ് വാങ്ങിക്കണം, എന്നിട്ട് പോവാം. സമയം ഒരുവിധമൊക്കെ ആയി ഇന്ന് തോന്നുന്നത്. 8:30 കഴിഞ്ഞിട്ടേ വണ്ടി വരുവുള്ളൂ. ഇന്ന് രാവിലെ അത്യാവശ്യം നല്ല മഴയോട് മഴയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒന്ന് തോന്നിയിരിക്കുന്നുണ്ട്, ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. ഈ ടൈമിൽ ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ നനയാണ്ട് മുകളിലെത്തും. അപ്പം ഇറങ്ങിയാലോ? സ്കൂളിലൊന്ന് പായസമൊക്കെ ഉണ്ടല്ലേ? അന്നു പറഞ്ഞില്ലേ? പായസം ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് പോവാം. കുപ്പിയും വെള്ളവും ലഞ്ച് ബോക്സ് മാത്രമോ? ഡയറിയും കൂടെ എടുക്കാത്ത എന്ത്? ഡയറി വേണ്ടേ? എക്സാം ഒക്കെ കഴിഞ്ഞല്ലേ? വെയിറ്റ് ഒന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ അങ്ങനെ നിൽക്കുന്ന? കുട എടുത്താടാ? നീ എക്സാമിനുള്ളത് എടുത്താ? ഏതാണ് എക്സാം? പഠിച്ചില്ലല്ലോ അല്ലേ? എക്സാം അല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ മിഡ് ടൈം എക്സാം ഇനിയേ ഉള്ളു, ഓണം കഴിഞ്ഞിട്ട്. ഇപ്പം എന്താ യൂണിറ്റ് ടെസ്റ്റ് പോലെ, ടെക്സ്റ്റ് പേപ്പർ പോലെ അല്ലേ? അങ്ങനെയൊക്കെ നോട്ട്ബുക്കിൽ തന്നെ ടെക്സ്റ്റ് പേപ്പർ മാതിരിയാണ് ഇടുന്നത്. റൈഫിന് ടെക്സ്റ്റ് പേപ്പർ അല്ലേ? 20 മാർക്കിന് ടെക്സ്റ്റ് പേപ്പർ ഇടത്തില്ലേ, അതാണ് കേട്ടോ. അതായത് എക്സാമിനുള്ള ചാപ്റ്റേഴ്സ് തന്നെ ഇടുന്നേ ഉള്ളൂ. എക്സാം ഇനിയാണ്. ഓണത്തിന് മുമ്പ് എക്സാം ആയിരുന്നെങ്കിൽ സമാധാനമായിട്ട് പോയിട്ട് പരീക്ഷ എഴുതാമായിരുന്നല്ലേ. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ മറക്കും എന്ന് തോന്നുന്നു. 10 ദിവസം ഇനി ബുക്ക് എടുക്കുന്ന യാതൊരു പരിപാടിയില്ല. അത് കഴിയുമ്പോൾ അവർ വീണ്ടും ഇരുന്ന് പഠിക്കേണ്ടി വരും. അങ്ങനെ. അപ്പോൾ 8:30 ആവാറായിട്ടുണ്ട്. നമുക്ക് പതുക്കെ നടക്കാം. ഇവിടെ വെള്ളവും തുളിയും ഒക്കെ ആയിട്ട് റോഡ് കണ്ടോ? എനിക്ക് കണ്ട റോഡാണെന്ന് തോന്നില്ലെങ്കിലും അത് റോഡാണ് കേട്ടോ. ഇവിടെ മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് കുഴിച്ചിട്ട് മണ്ണ് റോഡിലോട്ട് ഇട്ടേക്കാണ്. അപ്പോൾ വെള്ളവും കൂടെ ആയപ്പോഴത്തേക്ക് ആകെ കുളമായി. താറാവിന് കളിക്കാനുള്ള സ്ഥലമായി. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. ഇന്ന്
കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇന്നലെ തയ്ക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാലും നിങ്ങൾക്ക് ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മുമ്പ് വാങ്ങിച്ചൊരു ഷർട്ടിൻ്റെ തുണി ഇവിടെ ഇരുന്നത് എടുത്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നിനക്ക് ഷർട്ട് തയ്ക്കാമെന്ന് വിചാരിച്ച് അന്നമ്മയ്ക്ക് ഒരു പച്ച കളർ തുണി എടുത്തിട്ട് പട്ടെടുപ്പ് അവിടെ തക്കാന്നൊക്കെ വിചാരിച്ച് ഞാൻ അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞാനത് വേണ്ടെന്ന് വെച്ചു. അതെന്ന് വെച്ചാൽ അത് ശരിയാവോ ഇല്ലയോന്ന് എനിക്കൊരു ഡൗട്ടായിരുന്നു. ഷർട്ട് കുഴപ്പമില്ല, ഇനിയാണെങ്കിലും ഷാള ഞാൻ തച്ചേരും. പക്ഷേ മറ്റേത് എനിക്ക് അത്ര അങ്ങോട്ട് ഓക്കെ ആവുമെന്ന് തോന്നിയില്ല. അപ്പോഴാണ് എനിക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഇത് കുഴപ്പമില്ലല്ലോ, നമുക്ക് ഓണത്തിന് ഇടാൻ പറ്റുന്ന ഒരെണ്ണം ആണല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പിന്നെ അതങ്ങ് ഒഴിവാക്കിയത്. പിന്നെ എനിക്ക് വേറെയൊക്കെ തയ്ക്കാനും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ അതങ്ങ് വേണ്ടാന്ന് വെച്ചത്. ഓക്കെ, ഇനി നമുക്ക് പോവാം. വാ വേഗോട്ടെ ഇറങ്ങാം. ലിപ്സ്റ്റിക്ക് പോയി. നിൻ്റെ അടുത്ത് പറഞ്ഞാൽ വെള്ളം കുടിച്ചിട്ട് വെള്ളം വെച്ച് തേക്കാൻ വേണ്ടിയിട്ട്. മരിച്ചു പോകുന്ന അങ്ങനെയൊന്നും പോവില്ല കേട്ടാ. നശിപ്പിച്ചാ ആ കൊട അങ്ങ് മടക്കിയാണ്ട മുടി ഫുള്ള് 2 പേരെ മേടിക്കാന്ന്. അടുത്തൊരു കട തുടങ്ങിയാലുള്ള ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നത്. അന്നു എന്തൊരു വാങ്ങിക്കണം? ഇന്നലെ ഇവിടെ നിന്ന് രാത്രി നിന്നെ വിളിക്കാൻ വന്നപ്പോഴേ ഓക്കെ ഇല്ലല്ലോ, അവിടെ എത്തിയപ്പോഴത്തേക്ക് എന്തോ ഒരു സാധനം അതിൻ്റെ ഇടയിൽ നിന്ന് ഭയങ്കര ശബ്ദം ഉണ്ടാക്കി എടുത്ത് ചാടി. ഞാൻ വിചാരിച്ചു പുലിയായിരിക്കുമെന്ന്. പുലിയ അല്ലെങ്കിൽ പന്നിയൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചു. കാരണം അന്നുവിനെ കൈ പിടിച്ചിട്ട് ഞാൻ ഓടാൻ തയ്യാറായിട്ടേക്കായിരുന്നു. അപ്പോഴാണ് പൂച്ചയായിരുന്നോ എന്തോ, കുറച്ച് വലുതായിരുന്നു അല്ലേ അന്നു? എന്തിനായിരുന്നെന്ന് ഞാൻ പിന്നെ നോക്കാനുള്ള ധൈര്യക്കൂടുതലുകൊണ്ട് അങ്ങോട്ട് പോയില്ല. രാത്രി പള്ളിയിൽ പോയിട്ട് 9 മണിയാവാറാകുമ്പോഴാണ് തിരിച്ചു വന്നത്. അപ്പോൾ വിളിക്കാൻ പോയതാണ്. ഇവിടെയായിരുന്നു കേട്ടോ നേരത്തെ നമ്മൾ ബസ് കയറാൻ നിന്നുകൊണ്ടിരുന്നത്. ഇത് കട മാമാടെ വീടാണ് കേട്ടോ. വീടും ഇവിടെ ഇപ്പം തന്നെ ഒരു കുട്ടി കടയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് സ്നാക്സ് വാങ്ങിച്ചത്. നാണ്ട അതെന്തരന്നു? സ്പൈഡർമാനാ? ഇതെന്തോന്നിൻ്റെ കൂടെ കിട്ടുന്നേടാ? ഈ ഒരു കുഞ്ഞു മുഖംമൂടിക്ക് വേണ്ടിയിട്ടാണ് ആ മുട്ടായി മേടിക്കുന്നത്. മുട്ടായി അല്ലല്ലോ, എന്തായിരുന്നു? ലേസ് അല്ലടാ അത്. അതൊന്ന് എടുത്ത് കാണിച്ചേ. ഇതിൽ നിന്ന് എടുത്തോ. സ്പൈഡർമാൻ ന്യൂ ഐറ്റം. ഫൈനലി ബസ് വന്നു കേട്ടോ. അപ്പോൾ ഒരു വലിയ ബസ്, ഈ ഒരു SNUPS സ്കൂളിൻ്റെ ബസ് വന്ന് അതിന് ശേഷമാണ് ഈ ബസ് വന്നത്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സെറ്റ് സാരിയൊക്കെ കൊടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് സുന്ദരി കുട്ടികളായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുവാവളൊക്കെ പട്ടുടുപ്പും പാവാടയൊക്കെ തന്നെയാണ് ഇട്ടേക്കുന്നത്. മുല്ലപ്പൂവിൻ്റെയൊക്കെ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ വണ്ടി തുറന്നപ്പോൾ തന്നെ. പിന്നെ ഉണ്ടൊക്കെ കൊടുത്ത് നമ്മുടെ കുഞ്ഞു ചേട്ടന്മാരും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് ലേറ്റായി കേട്ടോ ഇന്ന് വണ്ടി വരാൻ വേണ്ടിയിട്ട്. 8:55 ആയി. അങ്ങനെ അവരെ കയറ്റി വിട്ടു. ഇതാണ് കേട്ടോ ഇപ്പോൾ വരുന്ന ബസ്. ആദ്യം അതായത് റൈഹു ഇങ്ങോട്ടേക്ക് നമ്മൾ ഇവിടേക്ക് മാറിയതിന് ശേഷം എല്ലാം ഈ ഒരു വണ്ടി തന്നെയാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. വൈകിട്ട് കൊണ്ടാക്കുന്നതും ഈ ഒരു സെയിം ബസ്സിലാണ്. ഇടയ്ക്ക് മാത്രമാണ് ഒരു കോളസ് കൊണ്ടിരുന്നത്. പക്ഷേ അതാവുമ്പോൾ അങ്ങ് അകത്ത് കയറി വരുമായിരുന്നു കേട്ടോ. കുറച്ചും കൂടി എളുപ്പമായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ച് വന്നപ്പോൾ പതിവ് പോലെ തന്നെ ഒരു പീസ് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില എടുക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര കാടാട്ടോ. അതിൻ്റെ അപ്പുറ സൈഡ് കുറച്ച് പോർഷൻ ഞാനും ഇക്കായും കൂടി മെനിഞ്ഞാന്നാന്ന് തോന്നുന്നു വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. കാടൊക്കെ പറിച്ചപ്പോൾ എനിക്കിങ്ങോട്ട് കയറാൻ ഇച്ചിരി പേടിയുണ്ട്. കാരണം അത്യാവശ്യം നല്ല രീതിക്ക് പോച്ചയൊക്കെ വളർന്ന് കിടക്കുന്നത് കൊണ്ട് ചെറിയൊരു പേടിയില്ലാതില്ല. എന്നാലും ഇതിൽ നിന്നൊക്കെ കുട്ടി വേപ്പിലയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ അവിടെ നിന്നൊക്കെ എടുത്തിട്ട് വീണ്ടും ഇങ്ങനെ തളിരിലകൾ വരുന്നുണ്ട്. എന്നിട്ട് വീട്ടിൽ വന്നു. എൻ്റെ ഫേവറേറ്റ് അപ്പവും പൊടിച്ചമ്മന്തിയും, നെസ്റ്റു ഫീൽ തരുന്ന നമ്മുടെ അപ്പവും പൊടിച്ചമ്മന്തിയും എടുത്ത് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. പിന്നെ ഇത് കഴിച്ചിട്ട് ബാക്കി കഥ പറയാവേ. കാപ്പി കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അരി വാർത്തിട്ടു. അരി വന്നപ്പോൾ തന്നെ പിള്ളേരെ കൊണ്ടാക്കിയിട്ട് വന്നപ്പോൾ തന്നെ ഏതാണ്ട് വെന്ത് കിടക്കുമായിരുന്നേ. രാവിലെ അടുപ്പ് കത്തിച്ചിട്ട് ഉണ്ടായതുകൊണ്ട് ഇന്നത്തെ രാവിലത്തെ പണിയൊക്കെ തീർന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മീൻകറിയും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചാൽ അടുക്കളയിലെ ജോലി ഒതുങ്ങുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പം വരത്തില്ല എന്നെ വിളിച്ച് പറഞ്ഞു.
കാപ്പി വേണ്ട, ഇപ്പോൾ വരത്തില്ല, കൊല്ലവും കണ്ടേ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഇക്ക വന്നാലേ എൻ്റെ ബാക്കി പരിപാടികൾ, കിച്ചണിലത്തെ പരിപാടികൾ നടക്കുള്ളൂ കേട്ടോ. മീനൊന്നുമില്ല, ഇന്നലെ ഇക്ക അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മീനൊക്കെ ഇക്കായ വാങ്ങിയിട്ട് വരാം, കല്ലമ്പലത്തു നിന്നാണ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തൈര് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ നമുക്ക് രാവിലത്തെ കുറച്ച് ബാക്കി പരിപാടികളൊക്കെ നോക്കാമെന്നൊക്കെ ഓർത്ത്. ഇപ്പം മണി 10 ഞാനിങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം പോകുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു റീൽസൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഫോണിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇത് കണ്ടിട്ട് ഇതും കൂടെ കണ്ടിട്ട് എണീറ്റ് പോവാം, ഇതും കൂടെ കണ്ടിട്ട് പോവാം, അങ്ങനെ തോന്നും കേട്ടോ. അങ്ങനെ കുറേ ടൈം അങ്ങ് പോയി കിട്ടും. അതായത് ഞാൻ ഇവിടെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഓക്കെ ഇതുകൂടെ നോക്കിയിട്ട് പോവാമെന്ന് വിചാരിച്ച് കുറച്ച് ടൈം അവിടെ കളഞ്ഞു എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഒരുപാട് പേരുടെയും ഇപ്പോൾ എൻ്റേതാണെങ്കിലും നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഒരു വരുമാനം എന്നുള്ള രീതിയിൽ കൂടിയാണല്ലോ. എന്നാലും കുറച്ചൊക്കെ നമ്മുടേതായ സമയം നമ്മൾ കുറേ നേരം ഇങ്ങനെ ഫോണിൽ നോക്കി കളയാറുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഹനത് ഫാഷൻ ടെക്കിലോട്ട് കുറച്ച് വീഡിയോസൊക്കെ കുറവാണ് ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ എന്ത് കാര്യം ചെയ്താലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാത്തൊരു പ്രോബ്ലം എനിക്കുണ്ട് കേട്ടോ. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടലും അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും അത് സ്ഥിരമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു റിസൾട്ട് കിട്ടാറില്ല. അപ്പോൾ കുറച്ചായി അതിലോട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പം അത് ചെയ്യാമെന്ന് വിചാരിച്ചു. തയ്ക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ എനിക്ക്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ ഞാൻ അത് തീർത്തിട്ട് പിന്നെ അത് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷെ അത് അല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൂടെ കൊണ്ടുപോയാലേ എല്ലാം കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട് കേട്ടോ, അത്യാവശ്യം തലവേദന ഉണ്ട്. അപ്പോൾ രാവിലെയൊക്കെ ചോദിക്കുകയും ചെയ്തു മൈഗ്രെയിൻ്റെ പ്രശ്നം ആണോ എന്ന്. എനിക്ക് ചെറിയ രീതിക്ക് ഉണ്ടത്. ഞാനും പൊന്നും അനിയനും നമ്മൾ 3 പേരും പറയാറുണ്ട് ഉമ്മച്ചിക്ക് കുടുംബ സ്വത്തായിട്ട് കിട്ടിയ എല്ലാ സാധനങ്ങളും നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. എന്താണെന്ന് ചോദിച്ചാൽ ഉമ്മാക്കുള്ള എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും അത് നമുക്ക് വരും കേട്ടോ. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പൊന്നും അപ്പവും അത് പറയാറുണ്ട്. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ എന്തായാലും നമുക്കത് വരും എന്നുള്ളത്. കാരണം കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. കുറച്ചധികം എന്ന് ഞാൻ പറയുന്നത് നോർമലി എല്ലാവർക്കും വരുന്നത്. ഇപ്പോൾ ഉമ്മച്ചിക്ക് ഷോൾഡർ പെയിൻ, നടുവേദന, അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുള്ള ആളാണ്. സെയിം അതെല്ലാം എനിക്കുമുണ്ട്, പൊന്നുവിനുണ്ട്, അപ്പൂനും ഉണ്ട് കേട്ടോ. നമുക്ക് 3 പേർക്കും ഉണ്ട്. അതുപോലെ തലവേദന, ഇപ്പോൾ ഉമ്മച്ചിക്ക് മൈഗ്രെയിൻ നന്നായിട്ട് ഉള്ള ആളാണ്. ഇപ്പോഴാണ് കേട്ടോ അത്. അപ്പോൾ എനിക്കും കുറേശ്ശെയായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ഉണ്ട്. ഉറക്കം ശരിയാവാത്തതുകൊണ്ടോ എനിക്കറിയത്തില്ല. ഇപ്പം 2 ദിവസമായിട്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തലവേദന എടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഞാനിങ്ങനെ ഇക്കടുത്ത് അത് പറഞ്ഞപ്പോൾ ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു മൈഗ്രെയിൻ്റെ ആണോ, അതുകൊണ്ടാണോ ഇനി ഛർദ്ദിക്കുകയും കൂടെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. മൈഗ്രെയിൻ്റെ അല്ല, ഛർദ്ദിൽ. എനിക്ക് തോന്നുന്നു ഇന്നലെയൊക്കെ കിടന്നപ്പോൾ കുറച്ച് ലേറ്റായി. ഉറക്കം നമുക്ക് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ തലവേദന വരും എനിക്ക്. അത് കുറച്ച് ഉറങ്ങിയൊക്കെ കഴിയുമ്പോൾ അതങ്ങ് ശരിയാവാറുണ്ട് സാധാരണ. എനിക്കറിയത്തില്ല, നോക്കണം. പിന്നെന്താണ്, ഇന്ന് ഓണപ്പരിപാടിയായിട്ട് എനിക്ക് സത്യം പറഞ്ഞ സങ്കടമുണ്ട് കേട്ടോ. കാരണം ഡ്രസ്സ് റൈഹുന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു മുണ്ട് ഉടുത്തുകൊണ്ട് പോകണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ ഇക്ക വരുമ്പോൾ വാങ്ങിക്കൊണ്ട് വരും എന്നതായിരുന്നു ഞാനിങ്ങനെ വിചാരിച്ചത്. അപ്പോൾ ഇക്കായെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് ഇക്ക പറഞ്ഞു ഇതിനിപ്പോൾ നടക്കത്തില്ല, ലേറ്റായി, ഞാൻ വീട് തിരിച്ചു വരുന്ന ഒരു ടൈമായി എന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, എന്നാൽ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചെങ്കിലും അവൻ ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല, ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയി. എന്നാലും എനിക്ക് എവിടെയോ എന്തോ ഒരു, ഇപ്പം നമ്മളാണെങ്കിലും ആഗ്രഹിച്ചിട്ടൊരു കാര്യം കിട്ടാതിരിക്കുമ്പോൾ ഒരു വിഷമം വരുമല്ലോ. അന്നമ്മയ്ക്ക് പിന്നെ പട്ടുടുപ്പും പാവാടയായിരുന്നു, ഫ്രോക്ക് കുഴപ്പമുണ്ടോ എനിക്കറിയത്തില്ല. ആ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എല്ലാവരും പട്ടുടുപ്പും പാവാട ഇടുമ്പോൾ ഇനി അത് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് പക്ഷേ അയ്യോ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഓക്കെ, ഇൻഷാല്ലാ അടുത്ത അതിന് ആവട്ടെ. ഞാൻ ഇന്നലെ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ ആ ഒരു ഡ്രസ്സ് തുണിയൊക്കെ എടുത്തിട്ട് ചെയ്യണമെന്നൊക്കെ ഓർത്താ കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ചെയ്താൽ ചിലപ്പോൾ ശരിയാവത്തില്ല, ആ ഒരു ലുക്ക് കിട്ടത്തില്ല എന്നൊക്കെ വിചാരിച്ച് മാറ്റി വെച്ചു. ശരിക്കും പറഞ്ഞാൽ അതിനൊരു നമ്മളെ പ്രയോറിറ്റീസ് ആണല്ലോ എപ്പോഴും. അത് ഞാനിങ്ങനെ ഓക്കെ ഇത് കൊണ്ടുപോകണം, കൊടുത്തു വിടണമെന്ന് ഞാൻ അത്രയും ഒരു ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കാതിരുന്നത് കൊണ്ട് പറ്റിപ്പോയതാണ്. എല്ലാ വർഷവും ഞാനത് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നതാണ്. ഇത്തവണ അതിന് പറ്റിയില്ല. ഇൻഷാല്ലാ അടുത്തതിന് നോക്കാം അല്ലേ. അപ്പോൾ ഇനി അടുത്തതിന് ദഫ് വരുന്നുണ്ട്, അപ്പം ഞാൻ അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. അങ്ങനെ അപ്പം ഇന്നിനിയിപ്പം കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. ഇൻഷാല്ലാ അതും കൂടെയൊക്കെ ഒന്ന് എടുത്ത് വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നടപടി ആവുമെന്ന് അറിയത്തില്ല. ചില ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചാൽ ആ ദിവസം ഇങ്ങനെ ടപ്പേന്ന് പറഞ്ഞിട്ട് തീർന്നു പോകുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ശരിക്കും പെട്ടെന്നല്ലേ ഒരു ദിവസം ഇങ്ങനെ തീർന്നു പോകുന്നത്. ഇപ്പോൾ അത് നേരം വെളുത്തതേ ഉള്ളൂ, 10:30 മണിയായി.
ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഉച്ചയാവും. പിന്നെ അടുക്കളപ്പണി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ദിവസം ഓടിപ്പോകുന്നതാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ദിവസങ്ങളും എന്താണ് ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ ടപ്പേന്ന് വെച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇന്നും കൂടെ ഉള്ളൂ സ്കൂൾ അടയ്ക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുമോ സ്കൂൾ അടച്ച് 10 ദിവസത്തെ അവധി ഉണ്ടല്ലോ എന്നൊക്കെ. എന്തിൻ്റെ ശബ്ദം? എൻ്റെ വീഡിയോ നാച്ചുറൽ എഫക്റ്റുകളോടുകൂടി മാത്രമേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഇതുപോലുള്ള ശബ്ദം കാക്ക, കോഴി, താറാവ്, പശു ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസിൻ്റെയും ബഹളങ്ങൾ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും. ഇത് എൻ്റെ കുറ്റമല്ല. ഇപ്പോൾ അത് നിന്നു. ഇനിയിപ്പോൾ ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ വീണ്ടും അത് ഒച്ചയുണ്ടാക്കി തുടങ്ങും. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞു വന്നത്. അടുക്കള പണിയൊക്കെ ഇനി പെൻഡിങ് ആയതുകൊണ്ട് ഷടപടേ എന്ന് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ഇക്കായൊക്കെ വന്നിട്ട് ചില ദിവസങ്ങളിൽ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഒരു 2 മണിക്കൊക്കെ ശേഷം ഞാൻ വേവിക്കുന്ന സമയമൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഉള്ളതൊക്കെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവും. ഇക്കാക്കൊക്കെ ഫുഡ് കഴിക്കുന്നതിനൊരു പ്രോപ്പർ കറി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ കഴിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ വെയിറ്റ് ചെയ്യാൻ അവർ തയ്യാറാണ്. അപ്പോൾ പിന്നെ കുക്ക് ചെയ്യാൻ എനിക്ക് പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഇവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ നിറയെ മഞ്ഞപ്പൂക്കൾ ഇങ്ങനെ പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. വയലിൽ നല്ല രസമുണ്ട്. പക്ഷേ ക്യാമറയെ കാണിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾക്കത് കാണാൻ എൻ്റെ ക്യാമറ അത്രയൊന്നും സൂം ചെയ്യത്തില്ല. ഓണമല്ലേ, അപ്പോൾ ഇന്ന് പിള്ളേർക്ക് സ്കൂളിൽ പൂവൊക്കെ കൊണ്ടുപോകണമായിരുന്നു. പക്ഷേ 2 പേരും കൊണ്ടുപോയിട്ടില്ല. ഇവിടെ ഇപ്പോൾ അവിടെയൊക്കെ പോയാലേ വല്ലതുമൊക്കെ കിട്ടുള്ളൂ. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തല്ലേ കവറുമായിട്ട് രാവിലെ ഇറങ്ങി വയലിലും തോട്ടിലും കണ്ട വീട്ടിലും ഒക്കെ കയറി തുമ്പയും അത് ഇത് ചപ്പ് ചവറില്ലാത്ത സാധനങ്ങളെല്ലാം പറിച്ച് കൊണ്ടുപോയിട്ട് എന്ത് സന്തോഷമായിരുന്നെന്നറിയോ. ഈ സ്കൂളിൽ ഈ ഒരു മത്സരം കാണുമല്ലോ, ലാസ്റ്റ് അത്തപ്പൂക്കള മത്സരത്തിൻ്റെയൊക്കെ അന്ന് പോയിട്ട് കത്രികയൊക്കെ കൊണ്ടുപോയിരുന്ന് അരിയാനും പറക്കാനും ഒക്കെ അടിപൊളിയായിരുന്നു. നല്ല രസമായിരുന്നു. മിസ് ഇറ്റ്, എല്ലാ കാര്യങ്ങളും മിസ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ പോയിട്ട് ഹന്നത്ത് ഫാഷൻ ടെക്കിലോട്ട് കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഞാൻ കുറേ ആയിട്ട് എൻ്റെ ബിസിനസ്സും പരിപാടികളും അതായത് കുറേ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇടലില്ല. വല്ലപ്പോഴോ കൂടി ആ ചാനലിൽ വീഡിയോ ഇട്ട് പോകുന്നതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, കുറച്ചും കൂടി വലിയ രീതിക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിലും പല കാരണങ്ങളാൽ നടക്കാറില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഒന്ന് സെറ്റാക്കി കറക്റ്റ് ട്രാക്കിലോട്ട് വരണം. ഞാൻ മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ട്രാക്കിൽ നിന്നും കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ടാർഗറ്റുകൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ എല്ലാം കറക്റ്റ് ആവുള്ളൂ. അപ്പം അങ്ങനെ നോക്കിക്കൊണ്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുമല്ലോന്നൊന്നും എനിക്കറിയത്തില്ല. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, വ്ളോഗ് ചെയ്യാമെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം ആയതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കുന്നത് ഉള്ളത് കൊണ്ട് മാത്രം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് കേട്ടോ. അല്ലാണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം വ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് യാതൊരുവിധ നിർബന്ധങ്ങളും ഇല്ല. ബോറടിക്കുന്നുണ്ടാവും, അതൊക്കെ എന്ത് ചെയ്യാനല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.